പൊന്നാനി നഗരസഭയിലെ വളം വിതരണത്തിൽ വൻ തട്ടിപ്പെന്നാരോപിച്ച് UDF പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. പൊന്നാനി നഗരസഭയിലെ വളം വിതരണത്തിൽ വൻ തട്ടിപ്പ് നടന്നതായി UDF നേതൃത്വം കുറ്റപ്പെടുത്തി. പൊന്നാനി നഗരസഭാ പ്രദേശത്തെ കർഷകർക്കുള്ള വളം വിതരണത്തിൽ അഴിമതിയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. നഗരസഭാ കൗൺസിൽ യോഗം അറിയാതെ എടുത്ത തീരുമാനമാണ് പൊന്നാനിയിലെ കർഷകരെ വിഷമത്തിലാക്കിയിട്ടുള്ളത്. കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡി തുക അടക്കം മുഴുവൻ തുകയും സർവീസ് സഹകരണ ബാങ്കിൽ അടച്ചാൽ മാത്രമേ വളം അനുവദിക്കൂ എന്ന സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് UDF നേതൃത്വം വിശദീകരിച്ചു. കേര കർഷകർക്ക് നൽകുന്ന വളവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ കൗൺസിലർമാർ, UDFന്റെ കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ഈ വളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് നഗരസഭ കൈക്കൊള്ളണമെന്നും തെറ്റ് തിരുത്തണമെന്നും കൃത്യമായി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് UDFന്റെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നഗരസഭയുടെ സെക്രട്ടറിയെ ഉപരോധിക്കുന്നതിനായി വന്നിട്ടുള്ളത്. നഗരസഭാ സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ വിശദമായി സംസാരിച്ച സാഹചര്യത്തിൽ നഗരസഭയുടെ കൗൺസിൽ തീരുമാനിച്ചു എന്നുള്ളതാണ് നഗരസഭയുടെ സെക്രട്ടറി പറഞ്ഞത്. അതായത് ബാങ്കിനെ, സർവീസ് സഹകരണ ബാങ്കിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ നഗരസഭയുടെ കൗൺസിലിലേക്ക് ഒരു അജണ്ട നമ്പർ ഇട്ടുകൊണ്ട് ഒരു അജണ്ട പോലും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് സഹകരണ ബാങ്കിനെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേര കർഷകർക്കുള്ള വളവിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ബെനിഫിഷ്യറിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി കൊണ്ട് സബ്സിഡി ലഭ്യമാക്കണമെന്ന മാർഗരേഖയാണ് സെക്രട്ടറി ഇവിടെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപത്തെ വർഷവും ഒക്കെ ബെനിഫിഷ്യറി വാങ്ങുന്ന, അതായത് ഗുണഭോക്താക്കൾ വാങ്ങുന്ന പണത്തിന്റെ വിഹിതം ലഭ്യമായിരുന്നത്, വളത്തിന്റെ 100% പണം ലഭ്യമായിരുന്നത് സർവീസ് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ്. നഗരസഭയുടെ ചെയർമാനും അതുപോലെ തന്നെ ഇവിടുത്തെ ചില താല്പര്യ കക്ഷികളും ബാങ്കും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഗുണഭോക്താക്കളെ, നഗരസഭയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും കൊടിയ അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടുത്തെ വളവിതരണം മുന്നോട്ട് പോകുന്നത്. സബ്സിഡി തുക എന്ന് ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച മുഴുവൻ വളവും വിതരണത്തിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടില്ല. ലഭിച്ച വളങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞത് കാരണം കർഷകർ പുറമേ നിന്ന് വളം എടുക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും UDF നേതൃത്വം വിശദീകരിച്ചു. പുന്നക്കൽ സുരേഷ്, കുഞ്ഞു മുഹമ്മദ് കടവനാട്, C ഗംഗാധരൻ, ഫർഹാൻ BM, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, A പവിത്രകുമാർ, K ജയപ്രകാശ്, NP നബീൽ, കുഞ്ഞുമോൻ ഹാജി, UK അമാനുള്ള, M രാമനാഥൻ, M അബ്ദുൽ ലത്തീഫ്, T റഫീഖ് തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.